ഹലോ, ഹിന്ദി വർണ്ണമാല. ലാസ്റ്റ് 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഹിന്ദി അക്ഷരങ്ങൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളം പോലെ തന്നെ ഹിന്ദിയിലും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട്. അതിൽ സ്വരാക്ഷരങ്ങൾ ഇതുവരെയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൺസണൻസ് അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോവാം. വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ഈ ഒരു അക്ഷരങ്ങൾ മുഴുവൻ ഒരു ഗ്രൂപ്പ് ആയിട്ട് പഠിക്കുന്നതാണ് ഈസി എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും. മലയാളത്തിലെ പോലെ ക ച ട ത പ, ക ച ട ത പ, അതിന്റെ കൂടെയുള്ള അതുപോലെയുള്ള ശബ്ദങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യ ലൈനിലുള്ള അക്ഷരങ്ങളെ സോഫ്റ്റ് ആയിട്ട് ക ച ട ത പ എന്നാണ് പറയാ. എന്നാൽ തൊട്ടടുത്ത് വരുന്നതോ അത് കുറച്ച് സ്ട്രോങ് ആയിട്ട്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ശബ്ദമാണ്. ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഖ, ച കഴിഞ്ഞാൽ ഛ, ട കഴിഞ്ഞാൽ ഠ, അങ്ങനെ. അടുത്ത് വരുന്ന അക്ഷരം വീണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് വീണ്ടും ഹാർഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ അക്ഷരങ്ങളിൽ വരുന്നത്. നമുക്ക് ഓരോരോ സെറ്റ് ആയിട്ട് നോക്കാം. ക, നമ്മൾ മലയാളത്തിൽ പറയും പോലെ ക എന്ന് പറയുമ്പോ ക എന്ന് പറയെങ്കിലും ഹിന്ദി പ്രൊനൗൺസിയേഷനിൽ അത് ക ക എന്നാണ് വരുന്നത്. അപ്പോ അതിന്റെ കൂടെയുള്ള അക്ഷരങ്ങൾ. ആദ്യത്തെ അക്ഷരം ക, അടുത്ത അക്ഷരം ഖ, അടുത്ത അക്ഷരം ഗ, അടുത്തത് ഖ, അടുത്തത് മലയാളത്തിലാണെങ്കിൽ നമ്മൾ ങ എന്നാണ് പറയാ. പക്ഷെ അത് ഹിന്ദിയിൽ വരുമ്പോ അങ് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ANG, അങ്. മലയാളത്തിൽ ക ഖ ഗ ഘ ങ എന്ന് വരുമ്പോ സെയിം ആണ്. പക്ഷെ അത് ഹിന്ദി പ്രൊനൗൺസിയേഷൻ വരുമ്പോ അങ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി ഈ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാ എഴുതുക? ക മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് അതേ ലൈനിൽ മേലോട്ട് പോയിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെയാണ് ക. അത് മാത്രം മതിയോ? മുകളിലുള്ള ലൈനും. എങ്ങനെയാ ക എന്ന് എഴുതുന്നത്? മുകളിൽ നിന്ന് വന്ന് അതേ ലൈനിൽ പോയി ഇങ്ങനെ ഇങ്ങനെ ക. ഒന്നുകൂടി എഴുതി നോക്കിയാലോ? ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു ക. ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ KA, ക. അടുത്തത് ഖ. ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് KHA എന്നൊക്കെ എഴുതാം. ഇതിന്റെ ഹാർഡ് ആയിട്ടുള്ള ശബ്ദം. ഇതെങ്ങനെയാ എഴുതുക? ഇതും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് അത് നിർത്താതെ അവിടെ ഒരു സർക്കിളിട്ട് മേലോട്ട് പോയി താഴേക്ക് വരണം. എന്നിട്ട് മുകളിൽ ഒരു ലൈൻ വരയ്ക്കണം. ഖ എങ്ങനെയാ? ഇങ്ങനെ 2 എന്ന് എഴുതുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ എൻഡിൽ നിന്നൊരു സർക്കിൾ വേണം. മുകളിലോട്ട് പോണം. അതേ ലൈനിൽ താഴേക്ക് വരണം. ഖ. ഒന്നുകൂടി എഴുതി നോക്കാം അല്ലേ? എങ്ങനെയാ? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഖ. ഓരോരുത്തരും പെൻസിലും പേപ്പറും എടുത്തിട്ട് ഇത് എഴുതി നോക്കണം. അടുത്തതാണ് ഗ. GA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ എങ്ങനെയാ വായിക്കുക? അത് ക എന്നല്ല അല്ലേ, ഗ എന്നാണ് വായിക്കുക. അതുപോലെ ഇതെങ്ങനെയാ എഴുതുക? ഇങ്ങനെ ഒന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഗ. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ വരയ്ക്കുക. ഗ. ഇങ്ങനെ ഗ. ഇത് മുകളിൽ ടച്ച് ചെയ്യണം കേട്ടോ. അടുത്തത് ഇതിന്റെ ഹാർഡ് ആയിട്ടുള്ള ശബ്ദമാണ്. അപ്പൊ GHA എന്ന് എഴുതാം. ഖ. ഖ എങ്ങനെയാ എഴുതുക? ഇങ്ങനെ ഒരു 3 തിരിച്ചിട്ട പോലെ എഴുതി ഇത് മുകളിലേക്ക് പോയി വന്ന് ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഖ. ഒന്നുകൂടി എഴുതി നോക്കാം. ഇങ്ങനെ പോയി ഇങ്ങനെ ഖ. ഒന്നുകൂടി എഴുതാം. ഖ.
ഈ ലാസ്റ്റിലത്തെ അക്ഷരം മുമ്പ് പറഞ്ഞ പോലെ അങ്ക് എന്നാണ് അത് വായിക്കുന്നത്. എങ്ങനെയാ വായിക്കുക? അങ്ക്. അതെങ്ങനെയാ എഴുതുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു എസ് വരയ്ക്കുക, ഇവിടെ ഒരു ഡോട്ട് ഇടുക, അത്രയേ ഉള്ളൂ. അങ്ക്. ഒന്നുകൂടി ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, അങ്ക്. ഒരു കുഞ്ഞു ലൈൻ, ഒരു എസ്, ഒരു ഡോട്ട്, അങ്ക്. കായും കായുടെ കൂടെയുള്ള അക്ഷരങ്ങളും പഠിച്ചു. ഇനി നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പം ഓരോ അക്ഷരങ്ങളുടെയും മാത്ര പഠിച്ചു. ആ മാത്ര ഈ അക്ഷരങ്ങളിലൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? ആദ്യത്തെ അക്ഷരമായ ക, സ്വരാക്ഷരങ്ങളുടെ മാത്ര, ആയുടെ മാത്ര കായുടെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെന്താ വായിക്കുക? കാ. നെക്സ്റ്റ് ഈയുടെ മാത്ര, ഈ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇതെന്താ വായിക്കുക? കീ. ഇനി ഈയുടെ മാത്ര ഇട്ടാലോ? അത് കീ എന്നാണ് വായിക്കുന്നത്. അടുത്തത് കു, കൂ, ക്രീ, കെ, കൈ, കോ, കോ, കം, ക. അതുപോലെ തന്നെ ഖ, ഗ, ഘ, ങ, അങ്ക്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെയും മാത്രകൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് സ്വന്തമായിട്ട് എഴുതാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യുക. അടുത്തത് ച. ചായനെയും ചാന്റെ കൂടെയുള്ള അക്ഷരങ്ങളെയും പഠിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ സോഫ്റ്റ് ആയിട്ട് ച, പിന്നെയോ ഛ, പിന്നെ ജ, ഝ. അടുത്തത് മലയാളത്തിലാണെങ്കിൽ ച, ച, ജ, ഝ, ഞ എന്നാണ്. പക്ഷെ അത് ഹിന്ദിയിൽ പറയുമ്പോൾ ഞ്യ എന്നാ പറയാ. ഞ്യ. ച. ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം? CH, ച എന്നും കൂടി എഴുതാം. ച. എങ്ങനെയാ ഇത് എഴുതുക? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി മുകളിലോട്ട് പോയി താഴേക്ക് വന്നു. ച. എങ്ങനെയാ? ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ഇങ്ങനെ മേലോട്ട് പോയി താഴേക്ക് വന്നു. ച. ഒന്നുകൂടി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ. ച. അടുത്തത് ച. ഒന്നുകൂടി ഹാർഡ് ആയിട്ടുള്ള ച. ഇതെങ്ങനെയാ എഴുതുക? ഇത് ഈ ഒരു 3 തിരിച്ചിട്ട പോലെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സർക്കിളിൽ ഫിനിഷ് ചെയ്യാം. എന്നിട്ടൊരു കുഞ്ഞു ലൈൻ വരച്ചിട്ട് ഇങ്ങനെയാണ് ച എന്ന് എഴുതുന്നത്. എങ്ങനെയാ? ഇങ്ങനെ വന്നു, ഒരു കുഞ്ഞു ലൈൻ, ച. ഒന്നുകൂടി ഇങ്ങനെ വന്നു, ഒരു കുഞ്ഞു സർക്കിൾ, ഒരു കുഞ്ഞു ലൈൻ, ച. അടുത്തത് ജ. ജെ, എ, ജ. ജ എഴുതുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, എന്നിട്ട് മുകളിലോട്ട് പോയി അതേ ലൈനിൽ താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു ലൈൻ. ഇതാണ് ജ. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ. ജ. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, മുകളിലോട്ട് പോയി അതേ ലൈനിൽ താഴേക്ക് വന്നു. ജ. അടുത്തത് സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ജ. JHA എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ജ. അതെങ്ങനെയാ എഴുതുക? ഒരു ലൈൻ വരച്ച്, ഒരു എസ് പോലെ വരച്ച്, എങ്ങനെ? ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. ഇവിടെ ഒരു ലൈനുമായിട്ട് ജോയിൻ ചെയ്ത് മുകളിലോട്ട് പോയി താഴേക്ക് വരണം. ജ. സ്ലോ ആയിട്ട് എഴുതാം. മുകളിൽ നിന്ന് മെല്ലെ ഒരു ലൈൻ വന്നു, എന്നിട്ടൊരു എസ് പോലെ എഴുതി, എന്നിട്ട് അതിനെ ഇങ്ങനെ ചെയ്തു. എന്നിട്ടോ ഇവിടുന്നൊരു ലൈൻ പോയി, അത് മേലേക്ക് പോയി, അതേപോലെ താഴേക്ക് വന്നു. എന്നിട്ട് അതിനെ ചേർത്ത് വരയ്ക്കുക. ഇത് ഒരുമിച്ച് ചേർന്നതാണ് ജ. ഒന്നും കൂടി എഴുതി നോക്കാം. ഒരു ലൈൻ വന്നു, ഇങ്ങനെ എഴുതി, ഇങ്ങനെ പോയി. അതിനുശേഷം അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വന്നു, മേലോട്ട് പോയി താഴേക്ക് ജ. അടുത്തത് മുമ്പേ പറഞ്ഞ പോലെ മലയാളത്തിൽ ഞ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ NYA, ഞ എന്ന് പറയാം. അപ്പൊ ഇതെങ്ങനെയാ എഴുതുക? ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഈ സൈഡിലേക്ക് വരച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നു, മുകളിലോട്ട് പോകുന്നു, അതേപോലെ താഴേക്ക് വരുന്നു. ഞ. ഇങ്ങനെ വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ വന്ന് മേലോട്ട് പോയി താഴേക്ക്. ഞ. ഇങ്ങനെ വന്നു,
ഇവിടെ വന്ന് മേലോട്ട് പോയി താഴേക്ക് വന്നു. ഞാ. ഇനി മുമ്പത്തെ പോലെ തന്നെ ഈ ചായുടെ കൂടെ എങ്ങനെയാണ് മാത്രകൾ ആഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ച ച ചി ചി ചു ചു ച്രി ചേ ചൈ ചോ ചൗ ചം ച. അതുപോലെ ചായയുടെ കൂടെയുള്ള അക്ഷരങ്ങളുടെ കൂടെയും മാത്രകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ നോക്കുക. ച കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാണ്? ട. ടയുടെ കൂടെയുള്ള അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട, ഠ, ഡ, ഢ, ണ. ട എന്ന് പറഞ്ഞാൽ ടി എ, ട. ഠ, ഡബിൾ ടി കൊടുത്തിട്ട് എ, ഠ. ഇതാണെങ്കിലോ ഡ. ഇതിനെ നമുക്ക് ഡബിൾ ഡി കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഡ. ഇതാണ് ണ. മലയാളത്തിലെ പോലെ തന്നെയാണ് ണ, ണ. അത് എ എൻ എ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ. ണ. ട എഴുതാൻ ഈസിയാണ്. ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ആക്കുക, ഇത്രയേ ഉള്ളൂ. ട. ഇങ്ങനെ വരിക, ഇത്രയേ ഉള്ളൂ. ട. മുകളിൽ നിന്ന് ലൈൻ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ ചെയ്തു, ട. അടുത്തതോ അതും ഈസിയാണ്. ഇവിടെ ഒരു ഹാഫ് സർക്കിൾ ഉള്ളെങ്കിൽ ഇവിടെ ഫുൾ സർക്കിൾ ആണ്. മുകളിൽ നിന്ന് ലൈൻ വന്നു, ഫുൾ സർക്കിൾ, ട. മുകളിൽ നിന്ന് ലൈൻ വന്നു, ഫുൾ സർക്കിൾ, ട. മുകളിൽ നിന്ന് ലൈൻ, ഫുൾ സർക്കിൾ, ട. ഇനി ഡ. ഡ എങ്ങനെയാണ്? ഒരു ലൈൻ, ഒരു എസ്, അത്രയേ ഉള്ളൂ. ഡ. ഒരു ലൈൻ, ഒരു എസ്, ഡ, ഡ. അടുത്തത് ഢ. ആദ്യം നമ്മൾ ട എഴുതിയത് പോലെ തന്നെ, പക്ഷെ ഇങ്ങനെ ലൈൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ നിർത്താതെ ഒരു കുഞ്ഞു സർക്കിൾ ആഡ് ചെയ്യുക. അതാണ് ഢ. ഢ. മുകളിൽ നിന്നൊരു ലൈൻ വന്നു, ഇങ്ങനെ എഴുതി ഒരു സർക്കിളിൽ ഫിനിഷ് ചെയ്യാം, ഢ. ഇനി ന. ന എങ്ങനെയാ എഴുതുക? നയിന് രണ്ട് ഭാഗമുണ്ട്. ആദ്യം ഒന്ന് ഇങ്ങനെ ചെയ്യുക, അതിനുശേഷം ഒരു ലൈൻ, ഇത് ചേർത്ത് ലൈൻ വരയ്ക്കണം. ണ. ആദ്യം ഇങ്ങനെ വരയ്ക്കുക, അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ, അത് ചേർത്തൊരു ലൈൻ വരയ്ക്കണം. ണ, ണ. ഒന്നുകൂടി ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരിക, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ണ. ഇനി ടായുടെ കൂടെ മാത്രകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട, ട, ടി, ടി, ടു, ടു, ട്രി, ടെ, ടെ, ടോ, ടൗ, ടം, ട. അതുപോലെ കൂടെയുള്ള മറ്റ് അക്ഷരങ്ങളുടെ കൂടെയും മാത്രകൾ ആഡ് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. അടുത്ത അക്ഷരമാണ് ത. തായുടെ കൂടെയുള്ള അക്ഷരങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ത, ഥ, ദ, ധ, ന. എങ്ങനെയാ ത എന്ന് എഴുതുക? ത ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ആ താഴെ നിന്ന് മുകളിലോട്ടൊരു ലൈൻ പോവാ, ഇതാണ് ത. എങ്ങനെയാ? ഈ ഒരു ഷേപ്പ് വരയ്ക്കുക, അതിനുശേഷം ആ താഴെ നിന്ന് മേലേക്ക് ലൈൻ പോവും, ത. ഒന്നുകൂടി ഇങ്ങനെ വന്നു, മേലേക്ക് ലൈൻ പോയി, ത. അടുത്ത അക്ഷരം ഥ. ഒരു കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഇവിടെ ഥ എന്ന് എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലൈൻ ഇതിനെ മുഴുവനായിട്ട് ചേർത്ത് വരയ്ക്കാൻ പാടില്ല. ഈ ലൈനില് മാത്രമേ വരയ്ക്കാവുള്ളൂ. ഇത് ഒരു വേർഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ മുമ്പത്തെ അക്ഷരങ്ങൾ വരെയുള്ള ലൈൻ ഇവിടെ വരെ നിർത്തിയിട്ട് പിന്നെ ഇവിടുന്ന് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പൊ ഇതിനെ കൂട്ടി വരയ്ക്കാൻ പാടില്ല. ഇതിന്റെ ലൈൻ ഇവിടുന്നാണ് വരുന്നത്. ഇങ്ങനെ എഴുതുക, ഒരു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുകളിൽ പോയി അതേപോലെ താഴെ വന്നിട്ട് ഇങ്ങനെ ഥ. ഒന്നുകൂടി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി താഴെ വന്നു, ലൈൻ ഇവിടെ മാത്രം, ഥ. അടുത്തത് ദ. ദീപം, ദിയ എന്നൊക്കെ പറയില്ലേ, ദ. ആ ദ എങ്ങനെ എഴുതുക? ഇത് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ ടായൊക്കെ എഴുതിയ പോലെ എഴുതുക, എന്നിട്ട് ഇങ്ങനെ
ഇതാണ് ദ. ഇവിടെ സ്ട്രൈറ്റ് ലൈൻ. എങ്ങനെയാ? ട എഴുതിയ പോലെ എഴുതുക, എന്നിട്ട് ഇങ്ങനെ ദ. ഒന്നുകൂടി മുകളിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ വന്നു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ദ. അടുത്തത് ധ. ഇതിന്റെ ഹാർഡ് ആയിട്ടുള്ള ശബ്ദം. ഈ കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരും, എന്നിട്ട് മുകളിൽ പോയിട്ട് അതേ ലൈനിൽ താഴേക്ക് വരും. ഇവിടെയും നേരത്തെ ധ പോലെയാണ്. ഇവിടുത്തെ ധക്കും ലൈൻ ഇവിടെ മാത്രമേ വരുള്ളൂ. ഇതിനെ ചേർത്ത് ലൈൻ വരയ്ക്കാൻ പാടില്ല. എങ്ങനെയാ? ഒരു കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 3 തിരിച്ചിട്ട പോലെ എഴുതി, മുകളിലേക്ക് പോയി താഴേക്ക് വന്നു. ധ. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, മുകളിലേക്ക് പോയി താഴേക്ക് വന്നിട്ട് ലൈൻ ഇവിടെ മാത്രം. ധ. അടുത്തത് ന. ന എങ്ങനെയാ എഴുതുക? ഒരു കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ റൈറ്റിലേക്ക് പോകണം, എന്നിട്ട് അവിടുന്ന് മേലേക്ക് പോയിട്ട് അതേ ലൈനിൽ താഴേക്ക് വരിക. ന. ഒന്നുകൂടി ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ന. ഒന്നുകൂടി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ, എന്നിട്ട് മുകളിലോട്ട് പോകുന്നു, അതേ ലൈനിൽ താഴേക്ക് വരുന്നു. ന. ത, ത, തി, തീ, തു, തൂ, ത്രി, തേ, തേ, തോ, തൗ, തം, ത. ഇനി താഴെ കൂടെയുള്ള മറ്റക്ഷരങ്ങളുടെ കൂടെയും മാത്രകൾ ഇട്ട് നോക്കാം. അടുത്ത അക്ഷരം പ. പായുടെ കൂടെ ഉള്ള അക്ഷരങ്ങൾ ഹ, ഭ, ബ, ഭ, മ. മലയാളത്തിലെ പോലെ തന്നെ ഈ ഒരു അക്ഷരത്തിന് 2 പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഒന്ന് ഭ എന്നും പറയും, ഫ എന്നും പറയും. ഇപ്പൊ കോമൺ ആയിട്ട് ഫ എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ വായിക്കാം. ഇത് പ. പ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി, അതിനുശേഷം ആ ലൈനിൽ തന്നെ താഴേക്ക് വരികയാണ്. പ. എങ്ങനെയാ? ഇങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ വന്നു. പ. ചരിച്ചല്ല, ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെ മുകളിൽ പോയി അവിടുന്ന് താഴേക്ക് വന്നു. പ. ഇനി ഫ എങ്ങനെയാ എഴുതുക? ഈ പ എഴുതിയ പോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് പോയി താഴേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് മുകളിൽ പോയി ഈ ഒരു സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെയൊരു ഷേപ്പ് കൊടുക്കുക. അതാണ് ഫ. എങ്ങനെയാ? പ എഴുതുക ആദ്യം, അതിനുശേഷം താഴെ നിന്ന് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പും ഇങ്ങനെയും എഴുതുക, അതിനെ റിവേഴ്സ് ചെയ്തും കൊടുക്കണം. അപ്പോഴാണത് ഫ ആയിട്ട് മാറുക. എങ്ങനെയാ? ആദ്യം പ എഴുതുക, മുകളിലോട്ട് തിരിച്ചു പോവുക, നടുക്കുന്ന ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. ഫ. അത് FA, ഫ. പ, ഫ. ഇനി ബ. BA, ബ. അതെങ്ങനെയാ എഴുതുക? ഇങ്ങനെ എഴുതുക, എന്നിട്ട് അത് മുകളിലോട്ട് പോവുക, താഴേക്ക് വരിക, എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ക്രോസ് ആയിട്ട് വരയ്ക്കുക. ഇപ്പൊ ബ. ഇങ്ങനെയാ? ഇവിടുന്ന് നടുക്കുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ വന്ന് അത് മുകളിലോട്ട് പോയി ആ ലൈനിൽ തന്നെ താഴേക്ക് വരും, എന്നിട്ട് ഇവിടെ ഒരു ക്രോസ് വരയ്ക്കുക. ബ. ഇങ്ങനെ വന്നു, മുകളിലോട്ട് പോയി ഈ ഒരു ക്രോസ് വരയ്ക്കുക. അപ്പൊ ബ. ഇനി ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭ. ഇതെങ്ങനെയാ എഴുതുക? ഒരു കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി മേലേക്ക് പോയി അതേ ലൈനിൽ താഴേക്ക്. അപ്പൊ ഹിന്ദി അക്ഷരങ്ങളിൽ ഈ ലൈൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് ഒക്കെ വരച്ചിട്ട് അതിൽ മുകളിലോട്ട് പോയിട്ട് അതേ ലൈനിൽ തന്നെ താഴേക്ക് വരികയാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ലൈൻ. ഭ. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, മുകളിലോട്ട് പോയി, താഴേക്ക് വന്നു. ചേർത്തല്ല, ഇങ്ങനെയാണ് വരയ്ക്കുക. ഭ. ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. ഭ. ഇവിടെ നോക്കിയേ, ഭ കഴിഞ്ഞിട്ട് ലാസ്റ്റിലത്തെ ആണ് മ. മായും ഭായും തമ്മിൽ എന്താ വ്യത്യാസം? ഭ ഒരു കുഞ്ഞു സർക്കിളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ ആ ഒരു സർക്കിൾ ഇല്ല. അതുപോലെ ഭായിൽ ഈ ലൈൻ 2 ഭാഗത്തും ചേർന്നല്ല വരയ്ക്കുന്നത്, എന്നാൽ മാ ഫുള്ളായിട്ട് ചേർത്താണ് വരയ്ക്കുക.
മാ എഴുതുന്നത് മുകളിൽ നിന്ന് വരുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മേലോട്ട് തന്നെ പോകുന്നു, അതേ ലൈനിൽ താഴേക്ക് വരും, എന്നിട്ട് മുഴുവനായിട്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് മാത്രമല്ല ഈ ലൈൻ ചേർത്തല്ല വരയ്ക്കുന്നത്. മാ എങ്ങനെയാ? മുകളിൽ നിന്ന് വന്നു, ഇങ്ങനെ പോയി, മുകളിലോട്ട് പോയി, മാ. ഒന്നുകൂടി സ്ലോ ആയിട്ട് ചെയ്യാം. ലൈൻ താഴേക്ക് വരുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങോട്ട് പോകുന്നു, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മേലോട്ട് അതേ ലൈനിൽ താഴേക്ക്, എന്നിട്ട് ഈ ലൈൻ ചേർത്ത് വരച്ചാൽ മ. ഇനി പായുടെ കൂടെ നമുക്ക് മാത്രകൾ ചേർത്ത് നോക്കാം. പ പ, പി പി, പു പൂ, പ്രെ പെ പായ്, പോ പൗ, പം പ. അതുപോലെ മറ്റക്ഷരങ്ങളുടെ കൂടെയും ചേർത്ത് നോക്കാം. ഇത് പോസ് ചെയ്ത് നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം ചെക്ക് ചെയ്യുക. ഇനി അവസാനത്തെ സെറ്റ് ഓഫ് അക്ഷരങ്ങളാണ്. ഈ അക്ഷരത്തിന്റെ പേരാണ് യ. നമുക്കറിയാം മലയാളത്തില് യ, ര, ല, വ, ശ, ഷ, സ, ഹ. മലയാളത്തിൽ ഇനിയും 3 അക്ഷരങ്ങളും കൂടി ഉണ്ട്. ള, ഴ, റ. അതിവിടെ ഹിന്ദിയിൽ ഇല്ല. യ. മലയാളത്തിലാണെങ്കിൽ യ. ഇത് ര, ര. ഇതോ ല. ല എന്ന് മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതുക അല്ലെ? ല, എൽ എ, ല. ഇതോ വ, വി എ, വ. മലയാളത്തിൽ എഴുതുക എങ്ങനെയാ? ഇങ്ങനെ, വ. ഇനി ഇതാണ് ഷ, എസ് എ, സ, ഷ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ ഇവിടെ ഷ എന്ന. അപ്പൊ ഈ ഒരു അക്ഷരവും നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് മലയാളത്തിലുള്ള ഈ ഒരു അക്ഷരമാണ് സ. ഇതാണ് ഷ. മലയാളത്തിൽ ഇങ്ങനെ എഴുതില്ലേ? ഇതാണ് ഷ, എസ് എച്ച് എ, ഷ. ഇത് ഹ, ഹ, എച്ച് എ, ഹ. ഇതൊക്കെ എങ്ങനെയാ എഴുതുക? യ എഴുതുക. മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് മുകളിലോട്ട് തന്നെ പോയി അതേ ലൈനിൽ തിരിച്ചു വരികയാണ്. ഇതാണ് യ. എങ്ങനെയാ? ഒരു ചായക്കപ്പൊക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് മുകളിൽ പോയി യ. അപ്പൊ ഈ ഒരു എഴുതുന്ന ഒരു ഫ്ലോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് കൈ എടുക്കാണ്ട് പോകുന്നത് എന്നുള്ള ഫ്ലോ നിങ്ങൾ ഒരിക്കൽ പഠിക്കുക. ബാക്കിയൊക്കെ ഇത് നോക്കി അതുപോലെ എഴുതി പഠിച്ചാൽ മതി. അടുത്തത് ര. ര ഈസിയാണ്. ടു എന്ന് എഴുതില്ലേ? അതുപോലെ ഇങ്ങനെ ടു, ര. ഇങ്ങനെ ടു എന്ന് എഴുതും പോലെ എഴുതുക. മുകളിൽ ഒരു ലൈൻ കൊടുക്കുക, ര. ഇനി ല. ല ഈ ഒരു ഭംഗിയായിട്ട് ഈ ഷേപ്പിലൊക്കെ എഴുതാം. ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരയ്ക്കുക, മുകളിലോട്ട് പോവുക, ഇത്രയേ ഉള്ളൂ. ല. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ മുകളിലേക്ക് പോവുക, ല. അടുത്തത് വ. നേരത്തെ ബ എഴുതിയത് പോലെ തന്നെ ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് മുകളിലോട്ട് പോയി താഴേക്ക് വരിക. ഇതിന്റെ ഉള്ളിൽ ക്രോസ് ഒന്നും കൊടുക്കണ്ട. അതാണ് വ. എങ്ങനെയാ? ഈ നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ പോവാ, താഴെ വരിക, വ. അടുത്തത് ഷ. നേരത്തെ ര എഴുതിയില്ലേ? അതുപോലെ തന്നെയാണ് ഷ. പക്ഷെ ഷക്ക് മുകളിൽ കുഞ്ഞ് സർക്കിളിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ഒരു ലൈനും കൂടി വേണം. ഇപ്പോഴാണത് ഷ ആവുന്നത്. ഷ. ഇങ്ങനെ ലൈൻ വരിക, ഷ. അടുത്തത് ഷ. പ എഴുതിയില്ലേ? അതേപോലെ തന്നെ പ എഴുതുക മുകളിലേക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഷ. എങ്ങനെയാ? പ എഴുതിയതുപോലെ എഴുതുക, എന്നിട്ട് ഒരു ക്രോസ് ലൈൻ. അത്രയേ ഉള്ളൂ. അതാണ് ഷ. ഇനി സ. ഒരു ര എന്ന് എഴുതുക. ഇവിടുന്ന് ഒരു ലൈൻ പോവാ, മുകളിലോട്ട് പോവാ, താഴേക്ക് വരിക, സ. എങ്ങനെയാ? ഒരു ര എഴുതുക, ഒരു ലൈൻ ഇവിടുന്ന് പോവാ, അത് മുകളിലോട്ട് പോയി താഴേക്ക് വന്നു, സ. ഇനി ഹ. ഹ എങ്ങനെയാ എഴുതുക? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം അതിൽ തന്നെ പോയിച്ച് അത് ഇങ്ങനെ. ഇതാണ് ഹ. ഈ ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു ഫ്ലോ മാത്രം മനസ്സിലാക്കിയാൽ മതി. മുകളിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്
ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഹാ. ഒന്നുകൂടി വരയ്ക്കാം. മുകളിൽ നിന്ന് വന്നു ഇങ്ങനെ പോയി ഇങ്ങനെ. ഇതാണ് ഹ. ഇനി 3 അക്ഷരങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തേതാണ് ക്ഷ. മലയാളത്തിൽ എഴുതുമ്പോൾ കായും ഷായും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അക്ഷരമുണ്ട്, ക്ഷ. അടുത്തതാണ് ത്ര. ത്ര ഒരു ചിഹ്നം ഇട്ടിട്ടാണ് മലയാളത്തിൽ എഴുതുക, ത്ര. അടുത്തതാണ് ഗ്യ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞ എന്ന് പറയും, പക്ഷെ ഹിന്ദിയിൽ അത് ഗ്യ എന്നാ പറയുന്നത്, GYA, ഗ്യ. ഇതൊക്കെ എങ്ങനെയാ എഴുതുക? ആദ്യം നമുക്ക് ക്ഷ നോക്കാം. ക്ഷയുടെ സാധാരണ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എഴുതിയതിനു ശേഷമാണ് ലൈൻ വരയ്ക്കുക. എന്നാൽ ക്ഷ എഴുതുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ക്ഷ എന്ന് എഴുതുന്നത്, ക്ഷ. ഇനി ഇത്രയോ? ത എന്ന് എഴുതി ഒരു ലൈൻ അടിയിൽ വരയ്ക്കുമ്പോഴാണ് ത്ര. ഇങ്ങനെ ത എന്ന് എഴുതി ഇങ്ങനെ ഒരു ചരിഞ്ഞ ലൈൻ, ത്ര. ഗ്യ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇതാണ് ഗ്യ. ഇങ്ങനെയാണ് ആദ്യം ആ ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വന്ന് ഇതാണ് ഗ്യ. അപ്പോ ഈ വീഡിയോയില് വ്യഞ്ജനാക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും അതില് മാത്രകൾ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഓരോന്നും നോക്കി നോക്കി ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതി പഠിക്കുക. ആദ്യം കുറച്ച് നല്ല പ്രാക്ടീസ് വേണം, അപ്പോഴേ ഈ അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വൺസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്, കാരണം മലയാളത്തിന്റെ അത്രയും അക്ഷരങ്ങൾ ഇവിടെ ഇല്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.